ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അൽ ഷസാം. ഇന്നൊരു കിടിലം ദിവസമാണ്. ആക്ച്വലി നമ്മൾ കുറെ നാളായി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സാധനമാണ് ഇന്ന് ഫൈനലി ചെയ്യുന്നു. എന്റെ കൂടെ സുബിനോളജി, SKP, ബാക്കിൽ വേറൊരുത്തനുണ്ട്, ഉറക്കപ്പിച്ചിലാണ്. സർപ്രൈസ് ഗസ്റ്റ്. എവിടെ വാടാ, വേറെ ഇന്റർവ്യൂ വരും. അപ്പം നമ്മൾ ഇന്ന് 5 ബിരിയാണി സ്പോട്ട് പോവുകയാണ്. 5. ഈ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ വരാൻ പോകുന്നത് ഉള്ള കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. അതൊന്നും ഞങ്ങൾ പോണില്ല. അതെ, അതൊന്നും ഞങ്ങൾ പോണില്ല. അതായത് മെഹഫില്, ടോപ്പ് ഫോം, പാരഗൺ, കാലിക്കറ്റ് നോട്ട്ബുക്ക്, നമ്മൾ തന്നെ മലബാർ ടിഫിൻ ഹൗസ്, ഇവിടെ ഒന്നും നമ്മൾ പോകണം. മറ്റേ ഇതുമില്ല, ചാർക്കോൾ ചൗക്കില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇത് ചെയ്യാത്ത കുറച്ച് അണ്ടർ റേറ്റഡ് എന്നൊക്കെ പറയാം. കുറച്ചൊക്കെ അറിയാം, ഇവിടുത്തെ ഫുഡീസിനൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാലും നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ചിലപ്പോ ഒരു 2 സ്പോട്ട് ആരും വിചാരിക്കാത്ത സ്പോട്ട് തന്നെയായിരിക്കും. ഇല്ല, ആർക്കും ഗസ് പോലും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്ന ഈ മനുഷ്യനാണ് കേട്ടോ. സുബിന്റെ ലിസ്റ്റാണ്. എന്റെ ഫേവറേറ്റ്. ഞാൻ തലശ്ശേരിക്കാരനാണല്ലോ. പക്ഷെ തലശ്ശേരി ബിരിയാണി അല്ല, എല്ലാം എല്ലാം തലശ്ശേരി ബിരിയാണി അല്ല. ലോട്ട് ഓഫ് ഇൻട്രോ പിന്നെ കൊടുത്താൽ മതി, അതിന് മുന്നേ സാധനം. പക്ഷെ കൂടുതലും തലശ്ശേരി. 5 ലിസ്റ്റും സുബിനോളജിയുടെ ആണ്. അതിൽ നിന്നാണ് ഞങ്ങൾ റേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യരുത്. നമ്മൾ ആരും ഇത് ബെസ്റ്റ് ആണ് എന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള റേറ്റിംഗ് ഫസ്റ്റ് നമ്മൾ വിളിച്ച് പറയരുത്. എല്ലാരും കഴിച്ച് റേറ്റ് ചെയ്യാലോ. അല്ല, അപ്പം റിവ്യൂ പറയാം എങ്ങനെയുണ്ട് ബിരിയാണി. പക്ഷെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒന്നും ലാസ്റ്റ് ഞങ്ങൾ പേപ്പറിൽ എഴുതും. 3 പേര്. എസ്കേപ്പ് എഴുതിക്കോട്ടെ. പേപ്പർ വായിക്കാൻ ജഡ്ജ്. നമ്മുടെ യാസർ ഇന്നുണ്ടോന്ന് അറിയത്തില്ല. അവൻ വേറെ ഏതോ ഒരു പുതിയ കട ഇവിടെ തുറക്കാനായിട്ടൊക്കെ ഉള്ള ഓട്ടത്തിലാണ്. കാശുണ്ടാക്കട്ടെ. അപ്പൊ അവൻ അതിന്റെ ഓട്ടത്തില്ല. ബിക്കോസ് മറ്റേ ഇതിന്റെ ഒക്കെ പൈസ കൊടുക്കണമല്ലോ, ഡിഫൻഡറിന്റെ ഒക്കെ. അവനെങ്കിലും കാശുണ്ടാക്കട്ടെ. അതെ. അപ്പൊ എന്താണെങ്കിലും നമ്മൾ 5 സ്പോട്ടിൽ പോകുന്നുണ്ട്. 5 സ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ മതി. അതിൽ ഞാൻ പറ്റില്ല, നിങ്ങൾ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന, ദുബായിലുള്ളവർക്കൊക്കെ അറിയാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. 3 സ്പോട്ട് എന്തായാലും ദുബായ്ക്കാർക്ക് അറിയാം. പക്ഷേ 2 സ്പോട്ട് ഒരിക്കലും ചിന്തിക്കാത്ത സ്പോട്ടാണ്. 2 സ്പോട്ട് ഷാർജക്കാർക്ക് അറിയും. പിന്നെ ഇത് ദുബായ് ബെസ്റ്റ് ആണ്. നമ്മള് ഈ UAE ഒക്കെ നോക്കാൻ പോവാണെങ്കിൽ അബുദാബി പോകണം, ഷാർജയിൽ പോകണം, അജ്മാനി പോകണം. നമുക്ക് വേണമെങ്കിൽ ഫ്രീ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആദ്യം ഇതെങ്ങനെയാണ് നമ്മൾ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പോകുന്നത് ഊത്ത് മേത്തയിലെ ഒരു കടയിലോട്ടാണ്. അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് ചെലിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻജോയ് ദിസ് വീഡിയോ. നമ്മളൊരു മിഷനിലാണ് ഗൈസ്. മിഷൻ. അപ്പൊ നമ്മള് ഒരു മിഷനിലാണ്. മിഷൻ ബിരിയാണി ഇല്ലേ നമാഡിയ? ഓ, ലണ്ടൻ. കൊള്ളാല്ലേ? അപ്പോ നമ്മൾ മന്ദം ചലിക്കുകയാണ് ഗൈസ്. ഫസ്റ്റ് കടയുടെ പേര് എവിടെ വന്നു ലണ്ടൻ. കരടി ഉണ്ട് ഗൈസ്. നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് ബാംഗ്ലൂർ പാരിസ് റെസ്റ്റോറന്റ്. ഫസ്റ്റ് ബിരിയാണി ഇവിടെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബിരിയാണി കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഒറ്റ ബിരിയാണി കഴിക്കുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. SKP ഹിയർ. ബിരിയാണി വിത്ത് കബാബ്. ഇത് ബാംഗ്ലൂർ കബാബ്. ചിക്കൻ ഫേമസ് ആണ്. അതെ, ബാംഗ്ലൂർ കബാബ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാല് 4 പേര് ഷെയർ ചെയ്യുന്നതാണ് എല്ലാ സ്ഥലത്തും. നല്ല ജ്യൂസി ചിക്കൻ. നല്ല വിശപ്പില്ല. വണ്ടിയിൽ വിശപ്പ് എന്ന് പറഞ്ഞാൽ വാടക പച്ചമുളകിന് രൂപ. ചിക്കൻ
ഫസ്റ്റ് സ്പോട്ട് കൊള്ളാം, അടിപൊളി. ഞാനോടാ ബീഫ് ബിരിയാണി വേണം. ഇനി ഒരു കാര്യം കൂടി, അടുത്ത കട ഇത് ഇവരുടെ കലക്കിയ ലൈം ജ്യൂസ് ആണ്. കലക്കൻ ലൈം ജ്യൂസ്. കലക്കിയ ലൈം ജ്യൂസ് കസ്കസ് കിട്ടുന്നു, നാട്ടിൽ കിട്ടുന്ന സ്റ്റൈൽ. കലകേടില്ല. കലങ്ങില്ല. അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ ഗൈസ്. ഓഫ് ടു അൽകുസ്. ബീഫ് ബിരിയാണി എത്ര? 20 rupees. 20 dirhams. ചിക്കൻ ഫ്രൈ 19. 2 20 40. അപ്പൊ അതാണ് അതിന്റെ പരിപാടി. അടുത്ത സ്ഥലം അൽഖൂസ്. ലെറ്റ്സ് ഗോ. എന്താണ് സീരിയസ് ആയിട്ട് നടക്കണത്? സീരിയസ് ഭയങ്കര സീരിയസ് ആണല്ലോ ഇന്ന്. തോന്നുന്നേ തോന്നാനൊന്നുമല്ല, കറക്റ്റ് ചെയ്യുന്നത്. 20 dirhams ആണ് ബീഫ് ബിരിയാണി കേട്ടോ, അതും BLR പാരീസ്. BLR പാരസൽ ബീഫ് ബിരിയാണി. നല്ല ബിരിയാണി. ഇറ്റ് വാസ് നൈസ്. നോട്ട് ഗോണ ലൈ. ഇതിനെക്കാട്ടി നല്ല ചിക്കൻ ഫ്രൈ മുതലൊക്കെ ചിക്കൻ ഫ്രൈ. ഈ ചിക്കൻ ഫ്രൈ ചിക്കൻ കിട്ടില്ല. ചിക്കൻ ഫ്രൈ യവൻ പറഞ്ഞ ഒരു വേറൊരു സ്ഥലമുണ്ട് ഗൈസ്, മുബൈലയിലുള്ള ഒരു പേര് പള്ളിക്കെട്ട് എന്ന് പറഞ്ഞ സാധനം. അത് കഴിക്കാൻ പോകും ഒരു ദിവസം. അടുത്താ. അപ്പൊ എന്നെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഞാൻ ഇത് കഴിച്ചതിന് ശേഷം ഞാൻ ഇനി പള്ളിക്കെട്ടും കൂടെ കഴിക്കാടാ. 5 എണ്ണം കഴിക്കണതിന്റെ തന്നെ ഞാൻ ഇങ്ങനെ അലച്ചോണ്ടിരിക്കണം, എന്ത് ചെയ്യും? ഇനി നമുക്ക് ഇത്ര കഴിക്കണ്ടേ, നമുക്ക് കുറച്ച് കഴിച്ചാൽ മതി. നമ്മൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി കഴിച്ചു, 2 ഭാഗം കഴിച്ചാൽ മതി. എത്രയാണെങ്കിലും ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പ്ലേസ്. സോ വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് സ്പോട്ട്. സെക്കൻഡ് സ്പോട്ട് ഏതാണെന്ന് അറിയോ? അത് Zaytun Go. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? Zaytun Go. അതെ. അപ്പൊ അടുത്ത സ്ഥലം Zaytun Go ആണ്. നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സ്റ്റാറായ സെയ്ത്തൂൻ ബ്രാൻഡ് ചെന്നൈയിലും കോഴിക്കോടും തിരുവനന്തപുരം ഉണ്ടോ? എനിക്കറിയാം, കാണുമായിരിക്കും. സെയ്ത്തൂന് ചെന്നൈയാണ് തുടങ്ങിയത്. Okay. ഇപ്പൊ കോഴിക്കോട് അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് കടയാണ് അത്. UAEയുടെ ഫസ്റ്റ് കട അൽക്കൂസിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരു മാർക്കറ്റിംഗോ കാര്യങ്ങളൊന്നും അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സോഫ്റ്റ് ഓപ്പണിംഗ് പോലെയാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പതിയെ സോഫ്റ്റ് ആയിട്ട് അപ്പൊ ഞങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് ഞാൻ ചിക്കൻ ഇവിടത്തെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഗൈസ് അതാണ് കട കേട്ടോ. നല്ല റെസ്റ്റോറന്റ് ഇതുകൊണ്ട് Zaytun Go. അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഇത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അൽക്കൂസിലാണ്. അൽക്കൂസിലെ അൽക്കൈൽ ഹൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സാധനം ഉള്ളത്. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് നടന്നു വരേണ്ടി വരും. അപ്പൊ എന്തിനാണെങ്കിലും ജെയ്ത്തൂന്റെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പോയി കഴിച്ചു നോക്കാം. നല്ല പുതിയ കട കേട്ടോ. കൊള്ളാം, മനോഹരമായ ഒരു കട. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറന്റ്. ഞാൻ ഇതിനു മുന്നേ ദുബായ് പരിസരത്ത് കണ്ടിട്ടുണ്ട്. നല്ല കളർ തീമുള്ള റെസ്റ്റോറന്റ്, പ്രകൃതിയോട് ചേർന്നിട്ടുള്ളൊരു ഗോ ഗ്രീൻ ആണ്. Zaytun Go, ഗോ ഗ്രീൻ, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പച്ച കളർ, പ്രകൃതിയോട് അനുയോജ്യം. അതെനിക്കറിയില്ല. നിങ്ങൾ ബിരിയാണി മാത്രം തിന്നാ പോരാണ്ട് അവര് മൊത്തം കണ്ടു പച്ചപ്പ്. അതൊന്നും എനിക്കറിയില്ലടാ. പുതുച്ചേരിയിലൊക്കെ ഉണ്ടോ ഇത്? ഇത് തമിഴ്നാട്ടിലാണ് ആദ്യം തുടങ്ങിയത്. അതല്ലേ ഞാൻ പുള്ളിയാണ് വാഴയിൽ എത്തിയിട്ടുണ്ട്. ബിരിയാണി വരിക, കടിക്കുക. അവന്റെ പേരെന്താ? അർജുൻ. എന്റെ വീഡിയോ വ്ളോഗില് പുള്ളി ഇടല്ലേ വേണ്ടേ? ഇട്ടോന്നാണ് പറഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും സെയിം ആണ്. ഇല്ല, വൺ സൈഡ് ആവുന്നുണ്ട്. വൺ സൈഡ് രസോ സീരിയസ്ലി. ശരിക്കും പറഞ്ഞില്ല, നമ്മള് റിവ്യൂ ചെയ്യുമ്പോ സൈഡ് ഉൾപ്പെടെ റിവ്യൂ ആണ്, നോട്ട് ജസ്റ്റ് ബിരിയാണി. അങ്ങനെയാണ് 4 മിനിറ്റ് വീഡിയോ. അടിപൊളി സ്ഥലമാണ്. ഞാൻ റിവ്യൂ മിന്റ് വരലുണ്ട്, പച്ചമുളക് വരലുണ്ട്. പച്ചമാങ്ങ ഇതിലുള്ളത് ഒന്ന് കഴിച്ചു നോക്ക്. പച്ചമാങ്ങ അല്ല, നമ്മൾ ഇതും റിവ്യൂ ആണ്. ഇതെന്താ പച്ചമുളക് ഉണ്ടായിരുന്നു. പച്ചമാങ്ങ ഗാർലിക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ ചിക്കൻ ബിരിയാണി ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊന്നും റിവ്യൂ ചിക്കൻ ബിരിയാണി നമ്മൾ ചെയ്യുന്നില്ല. ഈ ചിക്കൻ ബിരിയാണി ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി അത് ഇല്ല, സോറി ആവും. ചിക്കൻ ബിരിയാണി ഞാൻ ചുമ്മാ പറയണല്ല, ഞാൻ ഇതുവരെ അത് അങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഏതാ കഴിക്കണ്ടറിയോ? കോഴിക്കോട് സ്റ്റാർ നൈഫിലെ ചിക്കൻ ബിരിയാണി ലഗോൺ. കോഴിക്കോട് സ്റ്റാർ നൈഫില് ലഗോൺ. ഈ ലഗോൺ അല്ലടാ, മലബാർ ചിക്കൻ. നോർമൽ ചിക്കൻ ഞാൻ തട്ടിക്കൊടുക്കാം. ഫുള്ള് കിട്ടോ? അകത്തിന്റെ തട്ടി കൊടുക്കണം. തിന്നല് നമ്മളേറ്റ് ഇട്ടാ മാത്രം മതി.
ദി ടെക്സ്ചർ, ദ ഫ്ലേവർ. അപ്പൊ ഇപ്പം നമ്മളുള്ളത് നമ്മൾ അടുത്ത സ്പോട്ടിലാണ്, മട്ടൻ ബിരിയാണി. വരൂ. ഓ ഒരു പീസ് പൊടിഞ്ഞു വന്നു. ചൂടാണ്, എല്ലാം കൂടെ പൊള്ളു. ചുമ്മാ ഒളിച്ചിരുന്ന് കഴിക്കണം. ഇങ്ങോട്ട് നൊമാഡിയൻ പറയൂ. അതെങ്ങനെയാ മസാല പോലും എടുത്തിട്ടില്ല. മസാല എടുക്കാണ്ട് ചൂട് ബിരിയാണി. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ കൈ എടുത്തിട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളി അത് വെന്ത് അവസാനം അത് കഴിക്കേണ്ടി വരും. അത് പറയണം. എല്ലാണോ അവിടെ ബിരിയാണി വേണ്ടിക്കൊണ്ടിരിക്കും. സോറി, യു ക്യാൻ വെയിറ്റ്. എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഭയങ്കര ചൂടിൽ കൊടുത്താണ്. യു ആർ ഹോട്ട്. അടി അടി. ഇവിടെ കുടിച്ചിരുന്ന് കളിക്കാതെ ഇങ്ങോട്ട് വേണം. ഒരു പീസ് മട്ടൺ എടുക്കുക. മട്ടൺ ഇങ്ങനെ എന്റെ പൊന്നും കൈ താറി വറക്കണം കേട്ടോ. നിങ്ങൾ വെയിറ്റ് ചെയ്തോ. നല്ല ചൂട്. നിങ്ങൾ വെയിറ്റ് ഇനി ഏകം സൂപ്പർ സൂപ്പർ വരും. ഒരു രക്ഷ അയ്യോ. കുറച്ച് മട്ടൻ. സോറി, ഓ മൈ ഗോഡ്, നിങ്ങൾ മസാല ഇപ്പൊ തീരും കേട്ടാ. വെയിറ്റ് ചെയ്യേ ഗൈസ്, ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല. നല്ല മസാലയിൽ ഇങ്ങനെ ഇട്ട് ഞവിടുക. ഞവിടിയതിന് ശേഷം ആദ്യം വിത്തൗട്ട് എനിത്തിങ് നമ്മൾ ജസ്റ്റ് മസാല റൈസ് മാത്രം കഴിച്ചു. ഒന്നും പറയാനില്ല. ഇനി നമ്മൾ കുറച്ച് ചമ്മന്തി ഭാഗവും എന്നിട്ട് നമ്മൾ വേണ്ട ഈ ബീട്രൂട്ടിന്റെ ഇതും വെച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ ഏതാ റൈസ് റൈസ് ഒരു രക്ഷത കൊണ്ടില്ല. റൈസ് അടിപൊളി റൈസാ. അർജുൻജി കീച്ചൻ ഐറ്റം കീച്ചൻ അടിപൊളി റൈസ് കേട്ടോ. രക്ഷയില്ലട്ടോ, അടിപൊളി. ഓ ഏതാ റൈസ് എന്നല്ല എനിക്കറിയാം, പക്ഷെ അടിപൊളി റൈസ്. ഖത്തറിൽ വാങ്ങുന്ന റൈസാ. ഇവിടെ വെച്ച് നോക്കിയിട്ട് റെഡിയാവുന്നില്ല സാധനം. ബീഫും അടിപൊളിയാണ്. നിങ്ങൾ പേടിച്ചിട്ട് ചെയ്യുന്നില്ല. നമ്മള് ഗുഡ് ആംബിയൻസ്. ഓ വാവ്, ലുക്ക് അറ്റ് നൊമാഡിയൻ. അമേസിംഗ്. നല്ല ബിരിയാണി. ഞാൻ ഇപ്പഴാണ് നല്ല ബിരിയാണി. നല്ല ബിരിയാണി അങ്ങേര് പറഞ്ഞോടല്ലോ, ഇയാള് പറഞ്ഞ അച്ചിട്ടായുടെ ആ സൈഡ്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ ബിരിയാണിയായിട്ട് നല്ലപോലെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അമേസിംഗ്, ട്രൂലി അമേസിംഗ്. ഓ നമ്മളിപ്പോ 2 ബിരിയാണി കഴിച്ച്, പക്ഷെ നമ്മൾ 2 ബിരിയാണി കഴിച്ച പോലെ ഇല്ല. ഒരു ഇന്നത്തെ ഫീൽ ടൈറ്റ് ഫീൽ ആയിരുന്നു. ഒരു കഴിച്ചിട്ടില്ല, പക്ഷെ ഇവിടുന്ന് ഞാൻ അധികം മതിമറിഞ്ഞ് കുറച്ച് കഴിച്ചു. ഇവിടുന്ന് നല്ലായിരുന്നു. വെരി ടേസ്റ്റി. ആ മട്ടന്റെ ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ല. മട്ടൻ, ചമ്മന്തി, അച്ചാർ എല്ലാം. ഞാൻ ആദ്യം റൈസ് കഴിച്ചു നോക്കിയത്. റൈസ് റൈസ് നല്ല റൈസ്, നല്ല ക്വാളിറ്റി. പക്ഷെ ആദ്യമേ ഏലക്ക അടിച്ചവൻ ഇല കടിച്ചിട്ട് ഞാൻ വിചാരിച്ചു പണി പാടൂന്നേ. അതുകൊണ്ട് വായി സെറ്റായി. അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നവർ എന്ത് രസം അറിയാം. പിന്നെ എന്നെ ഏലക്ക ബിരിയാണി പോലെ ഉണ്ട്. മട്ടനൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു. 23 മട്ടൻ ബിരിയാണി. അവര് പറയുന്നുണ്ട് ബീഫ് ബിരിയാണി അടിപൊളിയാണ്, പക്ഷെ നമുക്ക് സ്ഥലമില്ല. ഇല്ല, നമ്മൾ ഒരു ബീഫ് ബിരിയാണി ഇപ്പൊ പറഞ്ഞല്ലോ, ബട്ട് സ്ഥലമില്ല. കറക്റ്റ്. ഇനി 3 ബിരിയാണി ആയിരിക്കണം. ബീഫ് ബിരിയാണി ഇപ്പൊ എല്ലാവിടെയും നമുക്ക് ബീഫ് ബിരിയാണി കിട്ടും. മിക്കയിടത്തും ബീഫ് ബിരിയാണി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ ഫിഷ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി കിട്ടാൻ വലിയ പണിയാണ്. അല്ലെ എന്റെ കാഴ്ചപ്പാട് ബിരിയാണി ഓക്കെ. ഇത് എന്റെ സ്ട്രിക്ട്ലി എന്റെ അഭിപ്രായമാണ്. ചിക്കനും മട്ടനുമാണ് എന്റെ ഫിഷ്. ഞാൻ ബീഫ് ഇഷ്ടമാണ്, പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ മട്ടനും ചിക്കനുമാണ് ബിരിയാണി. മലശ്ശേരിക്കാരത്തെ കാഴ്ചപ്പാടില് മട്ടൻ ബിരിയാണിയാണ് ബിരിയാണി. തോന്നുന്നു ഹൈദരാബാദികളും സമ്മതിക്കും. ബിരിയാണി എന്ന് വെച്ചാൽ ആ മട്ടൻ മേ ഖാനായ ഹൈദരാബാദികൾ മട്ടൻ മേക്കാവും. നല്ല നാരങ്ങ വെള്ളം വന്നിട്ടുണ്ട്. ഇതാണ് എന്റെ ടേസ്റ്റ്. നല്ല റിഫ്രഷിങ് സാധനം. അപ്പം 23 ദർഹമാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണിയുടെ പ്രൈസ്. ഓക്കെ, അടുത്ത ഓഫ് ടു നെക്സ്റ്റ് സ്പോട്ട് വിച്ച് ഈസ് കിസൈസ്. കസ്കസ് കിസൈസ്. ഓക്കെ ഗൈസ്, ഇതേപോലത്തെ ഒരു മനുഷ്യൻ ദുബായിലൊക്കെ കിട്ടത്തുള്ളൂ. ചൂട് ചായയും കൊണ്ട് ചൂടത്ത് നടക്കാൻ പോണ് കുടിച്ചോണ്ട്.
പക്ഷെ അത് ഏത് മലയാളികളുടെ ഏതൊരു മലയാളികൾ പിന്നെ ഇത് ദുബായ്ക്കാരുടെ മാത്രമാണ്. മലയാളികളായാലും സിഗരറ്റ് വലിക്കും, ചായം കുടിക്കും, ഏറ്റവും ചൂട്ടത്ത് ഇങ്ങനെ നടക്കുകയും ചെയ്യൂ. നടക്കുകയും ചെയ്യും. നമ്മളൊക്കെ അവനാ, ഞാനൊക്കെ അവന്റെ ഒരു തണുത്ത സാധനം കുടിക്കുക. actually it's very rare. വെരി വെരി റയർ. ഐ നെവർ സീൻ ചൂട് കാപ്പി. Out of the control, out of the control. It's out of the control. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ മലയാളികളെ കുറിച്ചാണ് പറഞ്ഞത്. ഐ ആം ഓൾസോ ലൈക്ക് ദാറ്റ്. ഐ ആം മലയാളി. ബംഗാളി. ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ നേരത്ത് അവിടെ മറ്റേ കന്നഡ ടീമുണ്ട്. എന്തടി അവന്മാരെ പോലെ അവന്മാര് ഇതുപോലെ ചൂടത്ത് നല്ല ചൂട് കാപ്പി പിടിച്ചാണ്. സൗത്ത് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ്. അവര് ഉച്ചയ്ക്ക് ഈ ചൂടത്താരും ചായ കുടിച്ച് നടക്കണം ഞാൻ കണ്ടിട്ടില്ല. ദുബായിൽ വെരി റയർ, വെരി ഈ ചൂട്ടത്തൊക്കെ ഞാൻ ഇപ്പൊ ദിസ് ഇസ് ദുബായ് കിഡ്. ഇത് ദുബായ് കിഡിന്റെ ആണ്. ദുബായ് കിഡിന്റെ ആണത്. സിഗരറ്റ് നോക്കിയപ്പോ ചായ നോക്കിയാൽ ചായ ഞാൻ ആദ്യമായിട്ട് ചൂടത്ത് ഏത് നേരവും ചായ കുടിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അത് ഓക്കെ, പക്ഷെ ചൂടത്ത് നടന്നോട് കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല. ആക്ച്വലി പുള്ളി ഇരുന്ന് കുടിക്കാനാ മേടിച്ചത്. അല്ല, ഇപ്പൊ തൽക്കാലം നമ്മളൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഓക്കെ, ഇൻട്രോ എടുത്തോളൂ. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ബോറടിച്ചു കേട്ടോ. ഇപ്പൊ നമ്മള് ഷസാമിനോട് പറഞ്ഞു, എടാ ഷസാം ആക്ച്വലി നിങ്ങൾക്ക് അറിയോ, ആക്ച്വലി ഷസാമിന്റെ ഒറിജിനൽ പേര് ശ്യാം എന്നാണ്. സാ എന്ന് പറഞ്ഞ ഇനിഷ്യല സാശ്യാം. സാശ്യാം. അതായത് മറ്റേ അത് രേഷ്മേര ഉമ്മയല്ലേ? രേഷ്മേര അമ്മ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഹിന്ദു ആണ്. എന്താ ഹിന്ദു? സാശ്യാം. സാശ്യാം. ശ്യാം എന്നല്ല അവന്റെ പേര്. സാശ്യാം. ശ്യാമളൻ, അതാണ് ഞാൻ. സശ്യാമളൻ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇരുന്നപ്പം പാട്ട് ഇടാൻ പറഞ്ഞു സുബനോളജിയോട്. അപ്പം ഷസാം പറഞ്ഞു ഞാൻ പാടാന്ന്. ആ പാട്ടൊന്ന് പഠിക്കാം. ജാനകി ജാനി. ട്രിപ്പിൾ ഒന്ന് പറയും. ട്രിപ്പിൾ പറയാൻ പറ്റില്ല. ജാന ജാനകി ജാനി. ഇതിന് കൊറേ ട്രോള് കിട്ടും. നല്ല രസം. സൂപ്പർ അല്ലേ? ബാക്കി ലിറിക്സ് പറ, എനിക്ക് പറഞ്ഞാൽ വേണം. അല്ല, സുബനോളജി നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാം. സുബനോളജി പാട്ട് പാടും. അല്ലെ സുബിൻ പാടും. എന്റെ ചേലത്തെ ചെമ്പരുത്തല്ലേ, എന്റെ കാലിലെ കാണാൻ പാദസരം ഞാൻ. ഈ പാദസരത്തിന് ചിലപ്പോ കോപ്പി റൈറ്റ് അടിക്കും. ആ പാട്ടിനൊക്കെ അടിക്കും. ഇല്ല, പാടത്തിന് അടിക്കൂല. സീരിയസ് ആയിട്ട് വേണ്ട, തമാശ കാണണോ? സീരിയസ് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല സീരിയസ് ആയിട്ടൊന്നും. അല്ല പാടിയില്ല, അത് മറ്റേ ബിൽഡപ്പ്. ജൂൺ പോന ജൂലൈ കാற்றே കൺ പാർത്താ കാതൽ കാற்றே തേൻ വരുമേ പെൺ പാർത്താൽ തീ വരുമേ. പാട്ട് என்பதுം കയ്യിൽ ഇല്ലേ കാലം என்பதுം പയ്യിൽ ഇല്ലേ என்று மட்டுமே നെഞ്ചിൽ മിച്ചമുണ്ട്. ഓഹോ മൊത്ത കൂത്തുകൾ യാർക്കാക മൊത്ത ആർക്കാകത്താൻ അൻപേ. കണ്ടോ, ഒരു തമിഴ് പാട്ട് ഞാൻ പാടി. കവിതേ കേൾക്കാം. ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ. പരാഗരേണു പിരിയുമ്പോൾ ഏതോ നനന്ന കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ വേണുവേ നാം രണ്ടു ഇലകളായി. കഥാകൃത്തായിരുന്നു, കവി. കൊള്ളാം. അവിടുത്തെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്ത കടയിലോട്ട് മന്ദം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് അടുത്ത കട? അടുത്ത കടയാണ് നമ്മുടെ സ്വന്തം UAE-ല് തലശ്ശേരി ബിരിയാണി സ്റ്റാർട്ട് ചെയ്തത് തലശ്ശേരി റെസ്റ്റോറന്റ് ആണ്. പക്ഷെ തലശ്ശേരി ബിരിയാണിക്ക് ഒരു വലിയൊരു പേര് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ബിരിയാണി അങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു തലശ്ശേരി ബിരിയാണി. തലശ്ശേരി അല്ല, തലശ്ശേരി റെസ്റ്റോറന്റ് എന്നാണ് പേര്. ഇപ്പോഴും ഉണ്ട്, തലശ്ശേരി റെസ്റ്റോറന്റ് ഇപ്പോഴും ഉണ്ട്. റാസൽ കേമയിലും ദുബായിലും ഷാർജയിലില്ലെന്ന് തോന്നുന്നു ഉണ്ട്. അപ്പൊ പക്ഷേ ഈ തലശ്ശേരി ബിരിയാണി ഫേമസ് ആക്കിയത് ഒരു ദം ബിരിയാണി കോൺസെപ്റ്റ്. ഒന്ന് കറിച്ചട്ടി, രണ്ടാമത് കായൽ റെസ്റ്റോറന്റ്. ഈ രണ്ടു പേരാണ് തലശ്ശേരി ബിരിയാണി ഒരു എന്താ പറയാ ഒരു ബ്രാൻഡ് ആക്കി. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് കറിച്ചട്ടി. ഈ കറിച്ചട്ടി രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്ര ലെജൻഡറി ആണെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. രണ്ട്, നമ്മൾ എപ്പോഴും സുബിന്റെ വീട്ടില് ഈദിന് പോകുമ്പോൾ ഈ കറിച്ചട്ടിയിലെ ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത്. ഓ, ഇറ്റ് ഈസ് സോ ഗുഡ്. മസാല കേട്ടോ, വീട്ടിലെ മസാലയാണ്. എന്റെ മസാല ഫ്ലേവർ ഇങ്ങനെ കേറി നിൽക്കുക. അതിന്റെ അടിപൊളിയാണ്, ഒരു യമ്മിയാണ്. പച്ചപ്പ് മസാലയാണ്, ഒരു പച്ച അങ്ങനത്തെ ഒരു മസാലയാണ്.
അങ്ങനെയാണ് നമ്മളെ ഫ്ലേവേഴ്സ് തലശ്ശേരി. അപ്പം നമ്മൾ നേരെ കറിച്ചട്ടിയിലോട്ട് പോവുകയാണ് ഗൈസ്. കമാൺ ബാക്ക് ഷോട്ട് ഗൈസ്, ബാക്ക് ഷോട്ട് കേട്ടാ ഗൈസ്. അറങ്കം അറങ്കത്തുമേ അങ്ങനെയല്ലടാ പാട്ട്, ചെറിയ കട കേട്ടാ. ഇതാണ് നമ്മൾ അടുത്ത വധസ്ഥലം, കറിച്ചട്ടി. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. ഇറ്റ്സ് എ വെരി സ്മോൾ കട. സോ നെക്സ്റ്റ് പ്ലേസ് ഇസ് കറിച്ചട്ടി. നല്ല മീൻ വറുത്തതിന്റെ മണം അടിക്കുന്നുണ്ട്. മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണിയാ ബ്രോ? കട തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒന്ന് ചോദിക്കൂ. 2010 എന്റെ കറിച്ചട്ടി തുടങ്ങിയിട്ട് 14 വർഷം. അതെങ്ങനെയാടാ 2000? അപ്പൊ 2012. ചുരുക്കി പറഞ്ഞ 2010-11 ഇവര് ഞങ്ങൾ കറാമ്പിലാന്ന് ഫസ്റ്റ് ഒരു 5 ഓർമ്മ. ചെറിയ ജസ്റ്റ് ബിരിയാണി മാത്രമുള്ളൊരു കൗണ്ടർ. അനൗൺസ്മെന്റ് കഴിഞ്ഞ് ബിരിയാണി എത്തി. മട്ടൻ ബിരിയാണി, നല്ല അടിപൊളി ചിക്കൻ ഇട്ട മട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി. Sharing is caring. Wait. Yeah, tera. Yeah, man. മൊത്തം എടുത്ത് എനിക്ക് വേണ്ട. Oh, പൂപോലത്തെ rice ആണ്. പൂപോലത്തെ rice. ഏത് പോലത്തെ സൈഡിൽ വെച്ചാ അതല്ല. എനിക്ക് അല്ല മതി അച്ചാറ് കുറച്ച് മതി. ചമ്മന്തി കൂടുതലുണ്ടോ? മിന്റ് അധികം പച്ചക്കളർ. അതിൽ പച്ചമുളക് കൂടുതലിട്ടാലും പച്ച കൂടും. യെസ്, ഗ്രേറ്റ് വെയിറ്റ്. നമ്മൾ ഇതിന്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് എ വെരി വെരി അമേസിംഗ് ടെക്സ്ചർ. ഒരു കാര്യം ചെയ്യട്ടെ ഗൈസ്, നല്ല അമേസിംഗ് ടെക്സ്ചർ ആണ്. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്തിനാണോ എന്തോ ഇതിന് ഇത്ര ഒരു മിനിറ്റ് വീഡിയോ അല്ലേ ഇവിടെ? അതിനകത്ത് 1.5 മിനിറ്റ് നിങ്ങളുടെ പ്രസംഗം. നല്ലത് പറഞ്ഞിട്ട് പോടെ, ആൾക്കാർക്ക് അത് കേട്ടാ മതി. പപ്പടം മതി ഗൈസ്. അവിടെ ഇരുന്ന ടെക്സ്റ്റ്. ഓ, നല്ല ഫാറ്റി പീസ്. പറഞ്ഞോട്ടെ സാർ. പറഞ്ഞു. നല്ല മട്ടൻ. നല്ല മട്ടൻ മതി, അത്രയും മേക്ക് തരാന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറാണ് കേട്ടാ. എന്താ സോഫ്റ്റ്. സോറി, ഇത് ഒരു ഡൗട്ട് ഉണ്ട്. ഇത് മട്ടനാണോ മാനാണോ? ഏതിനോ മാൻ എന്നൊക്കെ പറയുന്നത് കഴിച്ചിട്ട് മാനിന്ന് ഒന്ന് ഉറപ്പിക്കും സാർ. തെറ്റ് പറ്റിയിട്ടുണ്ട്. മാനിറച്ചി കണ്ടത് എന്റെ തൊണ്ട കഴിച്ചിട്ട് മാന്റെ സ്മെല്ലുണ്ടോ? മാന്റെ സ്മെല്ലുണ്ടോ? മട്ടൻ നീ കഴിക്കും. ഓ, നേരത്തെ ഒരേട്ട കഴിച്ചിട്ട് മാറിയിട്ടില്ല. ഓ ഗ്രീൻ. ഒന്ന് പറഞ്ഞോട്ടെ, എങ്ങനെ ഇത് ഓഫാക്കി? അപ്പോ ഇപ്പൊ ശരി. ഓ ഗ്രീൻ. നിങ്ങളന്ന് വീട്ടിൽ നയിച്ച പോലെ തന്നെ. അത് തന്നെ. അതുപോലെ ഉണ്ട്. ഞാൻ നോക്കിട്ട് അപ്പൊ കഴിക്കണ്ട. അന്നാ എനിക്ക് മനസ്സിലായി. നീ വന്നില്ലല്ലോ. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് പച്ചക്കളർ. ഞാൻ ഈ ചമ്മന്തിട്ട് ഇളക്കിട്ടാവും തരുന്നത്. അതാ ഈ പച്ചക്കളർ. നീ ഇതിട്ടിളക്കിക്കോ. ഓ, അത് ഇങ്ങനെ കഴിയാതെ കഴിക്കണം. ഓ, നല്ല ഫാറ്റി പിസ്സ. Man, this is the most underrated biryani shop. That's underrated. Everyone. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കറിച്ചട്ടി അറിയില്ല. പഴയ ആൾക്കാർക്ക് അറിയാം. ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 1 മിനിറ്റിൽ പറഞ്ഞു കൊടുക്കണേ. ഒരു മിനിറ്റ് വീഡിയോ. 1 മിനിറ്റിൽ ഒന്ന് ചുരുക്കാവോ? ഇതാണ് ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് മനസ്സോർന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞ് നമ്മളെ പോയ എന്നിട്ട് എല്ലായിടത്തൊന്നും കഴിക്കത്തും ഇല്ല. ബിരിയാണി വന്നിരിക്കുകയാണ്. നമ്മളായിരുന്നു നൈസ് പീസ്. എനിക്ക് പേരൊക്കെ കിട്ടിയാന് കുറച്ച് നല്ല മസാലയൊക്കെ ഇട്ട് നൈസ് സ്മെൽ. കുറെ നേരം സെയിം എന്നല്ലേ?
സെയിം. പുള്ളിയുടെ വീട്ടിൽ പോയി കഴിക്കണം അതേ ടേസ്റ്റ്. നീ എന്തായാലും മിസ്സാക്കിയ മറ്റേത് മിസ്സാക്കി. ഇതുവരെ കഴിച്ചിട്ടൊന്നും ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചോ, എന്താ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. ഇവരുടെ അച്ചാറ് ഒതന്റിക് രീതി മറ്റേ നാരങ്ങ അച്ചാറാണ്. നമ്മുടെ ശ്രദ്ധിച്ചത് ഇവിടെ വയസ്സ് നമ്മളെ കല്യാണം പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ, നാരങ്ങ അച്ചാർ ഭയങ്കര വ്യത്യാസമുണ്ട്. നാരങ്ങാച്ചാർ നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെയുള്ള നാരങ്ങ അച്ചാറുണ്ട്. അവധി പറഞ്ഞ കൊല്ലം ബിരിയാണി ഇവിടെ ബിരിയാണി ഏതോ ആയിക്കോട്ടെ, അച്ചാറ് കൊല്ലത്തിന്റെ തന്നെ. വീട്ടിൽ കഴിച്ച എത്രയായി മട്ടൻ ബിരിയാണി? എത്ര? 24. 24 ദിർഹം. ഇതേ കടുക്കണുണ്ടല്ലോ. നിങ്ങൾ ആരും വിചാരിക്കില്ല നമ്മളിവിടെ പ്രൊമോഷൻ അല്ല. പ്രൊമോഷൻ അല്ലേ? പിന്നെ ആ പറഞ്ഞു വിടറാ. ഒരു പ്രൊമോഷൻ ഇല്ല. ആ. ഇപ്പൊ 4 പേജായി. പുള്ളി ആദ്യം കാണുന്നുണ്ടോ? താങ്ക് യു ബ്രോ. അത്രേ ഉള്ളൂ, മതി. അപ്പൊ അടുത്ത വട്ടം വരുമ്പോഴത്തേക്ക് അത് മതി. അടുത്ത വട്ടം വരെ 3 എണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ 100 തരും. ഓക്കെ, ഓ സുഖമായിരിക്കുന്നു. ഇതുണ്ട് എവിടെ എവിടെ ഉള്ള ട്രിവാൻഡ്രം? എവിടാ ട്രിവാൻഡ്രത്ത്? കാട്ടാക്കട. അപ്പൊ 24 ദിറംസ്. ഇതിന്റെ മുന്നേ 23 ദിറംസ്. 24 ദിർഹംസ് ഇവിടെ, 23 അവിടെ, 22 ബീഫ്. 22 20 22 ബീഫ് 19 എന്നല്ല, 22 23 24. ഇത് നമ്മളന്ന് മറ്റേ ഷവർമ ചെയ്തുപോലെ പോയല്ലോ. ഞങ്ങളന്ന് ഷവർമ അങ്ങനെയല്ലേ? 5 6 7 8. ഇത് 24 അല്ലേ? ഇത് നിങ്ങൾ ഇവിടുത്തെ ഈ റെന്റിന്റെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. ഇല്ല, അങ്ങനെയല്ല. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ സെയ്ത്തൂൻ ഗോ എന്ന് വെച്ചാൽ ഇപ്പൊ വന്നൊരു ബ്രാൻഡാണ്, പുതിയൊരു ബ്രാൻഡാണ്. 23 100% വെച്ചാല് ഡിഫറൻസ് ഞാൻ അറിയൂ. പിന്നെ ഇപ്പത്തെ സത്യം പറഞ്ഞ മാർക്കറ്റിൽ എല്ലാത്തിന്റെ റേറ്റ് കൂടി, എല്ലാം കൂടുതലാ. മട്ടനും ബീഫും എല്ലാം കൂടി. ഓ അത് സത്യം. ബസ് അപ്പൊ അടുത്തത് നമ്മൾ ഇവിടെ തന്നെ അപ്പുറത്തെ കട. യെസ്, നെല്ലറയിലേക്കാണ് അടുത്ത് പോകുന്നത്. നെല്ലറയിലോട്ടാണ്. നെല്ലറ ബിരിയാണിയാണ് ഞാൻ ഈ നെല്ലറ മറ്റേ പുട്ടുകുറ്റിയും അതൊക്കെ തരണ സ്ഥലം കട അല്ല, അത് തേപ്പുണ്ടല്ലോ. അല്ല, നെല്ലറയിലെ പുട്ടും പൊടി അതന്നെ അവരുടെ റെസ്റ്റോറന്റ് വിളിക്കുന്നത്. അടുത്തായി നമ്മൾ പോകുന്നത് ഇവിടുത്തെ യുഎയിലെ ഒരു മികച്ച ഓട്ടർപ്രണർ നെല്ലറ ഷംസുദ്ദീന്റെ കടയിലാണ്. ഷംസുദ്ദീക്ക, ഞങ്ങൾ വരുന്നുണ്ട് നെല്ലറയിലോട്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നിങ്ങൾ റെഡി ആയിക്കോളൂ സംഘത്തിന്. അതെ, ഷംസുദ്ദീക്ക, ഞങ്ങൾ കഴിച്ചിട്ട് പറയും നിങ്ങളുടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന്. ബീഫ് ബിരിയാണി. നമസ്കാരം ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് നൊമാഡിയൻ എസ്കേപ്പി സുബിനോളജി. എസ്കേപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എസ്കേപ്പി ഹിയർ എന്ന് പറയണം. എസ്കേപ്പി ഹിയർ. അതെ അതെ. ഹലോ, ആരാ? എസ്കേപ്പി ഹിയർ. ഗൈസ്, നമ്മൾ അടുത്ത കട നെൽസ് റെസ്റ്റോറന്റ്. ഇത് ലോഗോ. ഇതെന്തൊരു ആപ്പിളാ? ഓറഞ്ചാ? എന്തിരിത്? ഷൗമിയും ആപ്പിളിന്റെയും കൂടി ഒരു കൊളാബറേഷൻ. കിടിലം കടയാണല്ലോ. ബീഫ് തീർന്നാ? അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. മട്ടൻ കഴിച്ചാൽ എനിക്ക് ശരിയാവും. അത് നേരത്തെ വിളിച്ച് പറയാം. നിങ്ങൾക്ക് ഇവിടെ പരിചയം ഉണ്ടായിരുന്നു, വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങൾ എന്താ മറ്റേതുപോലെ ഇല്ലാതെ ബീഫ് ബിരിയാണി കഴിക്കാനാണ് വന്നത്. അത് തീർന്നു. ഹൈ ഡിമാൻഡ് സാധനം, അതുകൊണ്ട് ശടപടേ നമ്മുടെ നീ വേണേ പോയി കഴിക്കണം. ഞാൻ ആ കഴിവാനിക്കില്ല. ബീഫ് ബിരിയാണി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ താൽക്കാലികമായിട്ട് കട്ടൻ ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ അടുത്ത പോണ സ്ഥലത്ത് ബിരിയാണി ഉണ്ടോന്ന് ചോദിക്കാനാണ് സുബിന് പോയി അവിടെ നിന്ന് വിളിച്ചത്. അപ്പോ സംഭവം ഞാനിവിടെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നല്ല റെസ്റ്റോറന്റ്. പക്ഷെ ഞാൻ ശരിക്കും ഫുഡിന് അല്ല, അങ്ങനെയല്ല, ക്ഷണം നന്നാവണ്ടേ, എന്നാ മാത്രമല്ലേ അതിനൊരു നല്ല റെസ്റ്റോറന്റ്. പക്ഷെ എനിക്ക് എന്താണ് മനസ്സിലാവുന്നില്ല, അത് ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തതാണോ? നമ്മളിവിടുന്ന് കഴിച്ചിരുന്നെങ്കിൽ നമ്മള് നോക്കാം. ബിരിയാണി ഈസ് വെരി ഗുഡ്. ഇല്ല, ഇവര് ബീഫ് തന്നെ പറഞ്ഞു. അല്ല, ഇവര് ബീഫാണ് ബിക്കോസ് അത് തീർന്നു. മട്ടൺ ഉണ്ട്, മട്ടൺ ഉണ്ട്, പക്ഷെ മട്ടൺ വേണ്ട. ബിക്കോസ് ഞാനന്ന് ഇവിടെ വന്നപ്പോ ആ ഷെഫിനെ പരിചയപ്പെട്ടത്. ഞാനോട് ചോദിച്ചു, നിങ്ങൾ വയനാട്ടിലാണ്? പുള്ളിയാണ്. ലോട്ട്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് തലശ്ശേരി, വയനാട്, പെരുമ്പാവൂർ, കൊച്ചി, നമുക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. അതല്ല, നിങ്ങൾ കൊച്ചിയിൽ പോയി ജീരശാല റൈസ് യൂസ് ചെയ്താ. അപ്പൊ എന്തിനാണെങ്കിലും ചായ കുടിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ഓൾറെഡി അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ഫൈൻ. ബട്ട് ഇവിടുത്തെ ബീഫ് ബിരിയാണി മിസ്സായി.
കേട്ടിടത്തോളം പുള്ളി സൂപ്പർ എന്ന് പറയുന്നത് അപ്പൊ പിന്നെ സൂപ്പർ ആയിരിക്കണം. ഓ, നിങ്ങൾ കഴിച്ചിട്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് കമന്റ് പറ കൊള്ളാവോ ഇല്ല. ഗൈസ്, അതാണ് അടുത്ത കട, പാരമൗണ്ട് റെസ്റ്റോറന്റ്. അപ്പൊ നമ്മൾ പാരമൗണ്ട് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ആ സാധനം ഒരെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, മട്ടൻ ബിരിയാണി. സോ ഇനി ഒന്ന് പാർക്കിംഗ് കണ്ടിട്ട് നേരെ നമുക്ക് റെസ്റ്റോറന്റ് അകത്തോട്ട് പോവാം. ഗൈസ്, അങ്ങനെ അവസാനത്തെ കട എത്തിയിരിക്കുകയാണ്. താങ്ക് യു ഫോർ സപ്പോർട്ട്. ഞാനുള്ള വീഡിയോയിലും നൊമാഡി നല്ലതാണ്, നൊമാഡി വന്നേ പിന്നെ സൂപ്പർ ആണെന്നൊക്കെ പറയുന്ന മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പൈസ പിള്ളേർക്ക് അയച്ചു കൊടുക്കണോ? ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് നൊമാഡി വന്നിട്ടുണ്ട്. നൊമാഡിന്റെ പെർഫോമൻസ് ഇനി നല്ലതാക്കാൻ ഞാൻ നോക്കും. പാരമൗണ്ട് എത്തി ഗൈസ്. നമ്മൾ തുറക്കുന്നു, കയറുന്നു, കഴിക്കുന്നു, വരുന്നു, ഓടുന്നു, ചാടുന്നു. സിമ്പിൾ ഓൾഡ് സ്കൂൾ. ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞു. ആ നമ്മള് ഹലോ, നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പം നമ്മൾ പാരമൗണ്ട് എത്തിയിരിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞു അല്ലേ? അതെ. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ബിരിയാണി. സുബിനും വന്നു. സുബിനെ 4 ആയല്ലോ. നമുക്ക് ഇപ്പം പറഞ്ഞ അത് പോണോ? അത് ഷാർജ അല്ലേ? ഷാർജ വേറെ തന്നെ അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞു. ഷാർജ വേറെ തന്നെ വീഡിയോ വേറെ തന്നെ പൊളി സ്ഥലങ്ങളുണ്ട്, ആർക്കും അറിയാത്ത അണ്ടർ റേറ്റഡ്. ആ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അത് 4 സ്ഥലങ്ങൾ. ബിരിയാണി വരട്ടെ ഗൈസ്. ബിരിയാണി വന്നിട്ട് ബിരിയാണി എത്തി. പ്ലേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഇത്ര ഒരുത്തും ചെയ്തിട്ടില്ല. പൂക്കാലം വന്ന് പൂക്കാലം എനിക്ക് ജദ്ദ വാക്കിൽ ചെയ്തു. അവിടെ നല്ലൊരു വീഡിയോ ഓഡിയോ പറയാം. അതിടയ്ക്ക് പൂക്കാലം വന്ന് പൂക്കാലം ഇങ്ങനെയുണ്ട്. അവൻ ചെയ്തു തരും. അച്ഛോ, ഒരു പ്ലേറ്റ് വരെ ടാക്സിൽ പോടാ. ഒന്ന് വരെ, ഒന്ന് മതി. അല്ല, ഒന്ന് മതി. ഒറ്റ ഒരെണ്ണം മതി. ഒരു ബിരിയാണി, ഒറ്റ ബിരിയാണി. കണ്ടു കിട്ടി ബ്രോ. അയ്യോ, താങ്ക് യു ബ്രോ. ഫോളോ ബ്രോ. എല്ലാ പേജും ഫോളോ ചെയ്യാൻ 100 സംസാരം. താങ്ക് യു ബ്രോ. താങ്ക് യു. ഇത് നൊമാഡിയൻ മൊബൈല കൊമേഴ്ഷ്യൽ കിങ്. താങ്ക് യു ബ്രോ. ഇല്ല, സിനിമ കണ്ടു നടക്കുന്നത് ഇത് കണ്ടില്ല. വെള്ളമൊക്കെ മറിച്ച് നിനക്ക് പൂക്കാലം എടുത്ത് തരാം. ദിസ് ഇസ് വെരി ബിഗ് ഗ്രൂപ്പ്. കടേര ഇതുണ്ട് താഴെ കേട്ടോ, ഇഷ്ടം പോലെ മൊബൈൽ കട വരെ ഉണ്ട്. മർഹബ. ഇതൊക്കെ എന്താ നമ്മളൊന്ന് പ്രൊമോഷൻ വിളിക്കാത്ത? ഇവര് ഒന്നിനും വിളിക്കാറില്ല. എന്നെ റെസ്റ്റോറന്റിന് വിളിച്ചിട്ടില്ല. സുക്കൂൻ. നമ്മളെന്താ ഫ്രീ പ്രൊമോഷൻ കൊടുക്കണം? ഒന്നുമില്ല, കടയൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. ഇഷ്ടം പോലെ കട. പാർസൽസ് ഗ്രൂപ്പ്. ഓ, പാർസൽസ് മറ്റേ സൂപ്പർ മാർക്കറ്റ്. ഇവര് തന്നെയാണ് ഡോണർ സ്തംഭം. ഞാനൊരു ടർക്കിഷ് റെസ്റ്റോറന്റ് ചെയ്യുന്നില്ല, ഡോണർ സ്തംഭം. അതും ഇവര് തന്നെയാണ്. വൺ ടീംസ്. ഗൈസ്, ബിരിയാണി ഈസ് ഹിയർ ഗൈസ്. ഓ വാവ്, നോയ്സ്. ലവ എന്തിനാ അവിടെ ചെയ്യണ? അവനെ ഇപ്പോഴേ റേറ്റ് ചെയ്ത് ഗൈസ്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് മട്ടൻ ബിരിയാണി ചൂടാക്കിയ ആയിരിക്കും. ഇത് നമുക്ക് മാറ്റി വെച്ചതല്ലേ, സാധനം കഴിഞ്ഞതാണല്ലോ. ഒരെണ്ണം ഉള്ളൂ മാറ്റി വെച്ചു. നല്ല ജില്ലെന്നിരിക്കണ. ഞാൻ 3x കാണിച്ചു തരാം. കണ്ട ഗൈസ്, നല്ല ചൂട് മട്ടൻ ബിരിയാണി. ചെറിയ പീസുകൾ, ചെറിയ പീസുകൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബ്രാൻഡ് ഞാൻ പറഞ്ഞു, ഈ ഫാസ്റ്റ് സൂപ്പർ മാർക്കറ്റ്, ഈ ഗ്രൂപ്പ് നല്ല മട്ടൻ കൊടുക്കും. പലവരും മട്ടൻ മേടിക്കുന്നു. വീട്ടിലേക്കാണെങ്കിലും റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും കൂടുതൽ ഇവിടെ തന്നെ മേടിക്കുന്നു. അവർക്ക് സോഴ്സ് ചെയ്യാൻ, മീറ്റ് സോഴ്സ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മട്ടൻ ഇസ് വെരി ഗുഡ്. ഇങ്ങനെ ചൂടൊന്നും ഒരു വിഷയമല്ല ഗൈസ്. തീയിൽ കൊടുത്തവനാ സുബിനോളജി. അതെ, തീയിൽ കുറിച്ചവൻ വെയിലത്ത് പാടില്ലെന്ന് കേട്ട ചരിത്രവുമായി സുബിനോളജി. തലശ്ശേരിയുടെ മണ്ണിൽ നിന്നും ഒരു ഉപജ്ഞാതാവ് ബിരിയാണി കണ്ടുപിടിച്ച സ്വന്തം സുബിനോളജി നമ്മുടെ മണ്ണിൽ, ഇതാ UAE മണ്ണിൽ പിറന്നു വീഴുന്നു. പറയൂ. ഞാൻ 1 മിനിറ്റ് സംസാരിക്കെങ്കിലും ചെയ്യും. നീ 1 മിനിറ്റ് തിന്നടയുന്നേ നടക്കൂ. പറയൂല്ലോ. എന്ത് പറയടേ. നല്ല ബിരിയാണി.
കുറച്ച് ബിരിയാണി കഴിച്ചു നോക്കട്ടെ. ഇങ്ങനെ കഴിച്ചെടുക്കുന്ന സാഹചര്യം വന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മട്ടൻ ബിരിയാണി ഫ്രം പാരഗൺ. ഒന്നാമത് നമ്മളിപ്പോ കംപ്ലീറ്റ് വയറ് ഫുള്ളായി. നമ്മൾ ഏകദേശം എത്ര ബിരിയാണി, ഇതിപ്പോ നമ്മളെ 4ാമത്തെ ബിരിയാണിയാണ്. എല്ലാം കഴിച്ച് ലാസ്റ്റാണ് ഇത് കഴിക്കുന്നത്. നീ പറഞ്ഞ കാര്യം ശരിയാ, കറക്റ്റല്ലേ? ബട്ട് ഇറ്റ്സ് വെരി നൈസ്. നല്ലതല്ലേ? ചമ്മന്തിയും മട്ടനും. അപ്പൊ മറ്റുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് തോന്നിയത് പച്ചപ്പ് മസാല കയറി നിൽക്കുന്നുണ്ട്. പച്ചപ്പ് മസാല ഇതിന്റെ അകത്ത് കുറച്ച് സ്വീറ്റ് ആണ്. നമുക്ക് ആ സ്പൈസി ലെവല് കയറുന്നില്ല. കുറച്ച് സ്വീറ്റ് ആണ് സാധനം. കാരമലൈസ് അനിയൻസിന്റെ ഫ്ലേവർ കൂടുതൽ വെക്കുന്നത്. അതുകൊണ്ടാണ് മട്ടന്റെ ഫ്ലേവർ വേഗം വരുന്നത്. മറ്റേ അടുത്ത് പച്ചപ്പ്, ഗ്രീൻ ചില്ലിയും പുതിനയും മല്ലിയുടെയും ഫ്ലേവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് കുത്തിയേക്കും. നല്ല പീസ്, ഇത്ര കട്ടിയുള്ള പീസ് ഇത്രയും പൊളിഞ്ഞു തുടങ്ങി ആലോചിച്ച് നോക്കി. അതെയാ ഇവിടെ എന്റെ കയ്യിൽ വീഴുന്നു. എടുത്തോണ്ട് അല്ല 5ാമത്തെ സ്പോട്ട് നമ്മൾ പോകുന്നുണ്ടാ ഹിഡനാടാ ഇടാ സിംഗിൾ ആയിട്ട് എന്നാ ഓക്കെ മതി. പക്ഷെ നമ്മള് ഇൻട്രോ കൊടുത്ത 5ന്റെ അല്ലേ ക്വാളിറ്റി 5ാമത്തെ സ്പോട്ട് നിങ്ങൾ പറഞ്ഞു, മറ്റേത് രണ്ടും താങ്ക് യു. കൊള്ളാം. തട്ടടാ തട്ട്. ബിരിയാണി സൂപ്പർ. മട്ടൻ ബിരിയാണി 2480. നമ്മൾ ഈ ഇതിന്റെ ഇത് കാണിക്കുന്ന കാര്യം ഇതൊന്നും പ്രൊമോഷൻ പ്രൊമോഷനും അല്ല. പക്ഷെ നീ ഇടക്കിടക്ക് പറയണ്ട, അവർക്കറിയാം. നീ ഇടക്കിടക്ക് പറഞ്ഞു. അല്ലല്ല, ഇതിന് ഇടയ്ക്ക് കുറെ ക്രിമികൾ കാണും. നീ എന്ത് പറഞ്ഞാലും അവര് അല്ല, അവരത് വിശ്വസിക്കുകയില്ല. ഞങ്ങള് ഫേക്ക് ആയി കാണിക്കാന്ന് പറയും. അത് വിട്ടെ. പിന്നെ ആരെ പ്രൂവ് ചെയ്യണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് നോക്കേ, പ്രൊമോഷന് വേണ്ടി ഒരു ദിവസം 5 ബിരിയാണി തിന്നുന്ന നമ്മൾ. അതെ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ പറ്റി അത് ഇങ്ങനെ ഒരു 3 പേരും പോയിട്ട് പ്രൊമോഷൻ ചെയ്യണമെങ്കിൽ അത് അങ്ങനെ മുതലാവേ ഇല്ല ആൾക്കാർക്ക്. ഹൗ മെനി 30K SKP പഴയ ആളൊന്നും അല്ല. 30K. അപ്പോ ലെറ്റ്സ് നമ്മളിപ്പം നമ്മളുടെ റേറ്റിംഗ് എഴുതി നമ്മുടെ SKPയുടെ കൈ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ SKP പറയാം കേട്ടോ. നമ്മള് 1st, 2nd, 3rd, 4th എത്രയാണെന്നുള്ളത്. ഓക്കെ, എല്ലാരും ആകാം. ഞാൻ പറയുന്നത് എന്താ അറിയാം, ഞാൻ കാര്യം പറഞ്ഞേ, ഈ റാങ്കിങ് 3 പേരുടെയും സെയിം ആയിരിക്കും. ഫസ്റ്റ് സെയിം ആയിരിക്കും. പറഞ്ഞോ. എല്ലാരും ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭയങ്കര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അതായത് ആർക്കാണ് ഫസ്റ്റ് പ്രൈസ്, ആർക്കാണ് സെക്കൻഡ് പ്രൈസ്, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതെ, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കഴിച്ച 4 സ്പോട്ട് നല്ലതാണ് കേട്ടോ. ഈ 4 സ്പോട്ടിൽ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇതെന്റത്. ഇതെന്റതേ. ഇത് സുബിനോളജിയെ. മറ്റേടാ നിന്റെ ഒരേ അഭിപ്രായമായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നത്. ഇതാണ് നമ്മൾ പവർ ഗ്രൂപ്പ്, ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ചായത്. മനസ്സിലായി? അയ്യോ, എക്സാക്ട്ലി സെയിം. കണ്ടല്ലോ. അപ്പൊ അതിനൊരു സമാധാനമായില്ലേ? ബിക്കോസ് സൈത്തൂൻ വേറെ ലെവലാണ്. അതായത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബിരിയാണി ഐ തിങ്ക് അടുത്ത പെരുന്നാൾ അവര് തൂത്തുവരും. ഇത് കാണുമ്പോൾ ആളുകൾ എനിക്ക് സ്ക്രിപ്റ്റഡ് ആണ്. എനിക്കറിഞ്ഞൂടാ. അത് നല്ല തമാശ. പിന്നെ എന്ത് സ്ക്രിപ്റ്റഡ്? ഞാനാണ് ആദ്യം എഴുതിയത്. ഞാൻ 2nd, 3rd ചിലപ്പോൾ മാറുമെന്ന് പോലെ ഞാൻ വിചാരിച്ചത്. എനിക്കിവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 4 ബിരിയാണിയിൽ നമ്മൾ ഇങ്ങനെ റാങ്ക് കൊടുത്തെന്ന് പറഞ്ഞത് മോശമെന്നല്ല. 4 ബിരിയാണിയും നല്ലതായിരുന്നു. അവര് 4 പേരും അവരേതായ ടേസ്റ്റിൽ യുണീക്കുമായിരുന്നു. ബട്ട് നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ടേസ്റ്റ് ബഡ്സില് നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ അകത്ത്. നമ്മള് ഫസ്റ്റ് ബിരിയാണി, സെക്കൻഡ് ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രഷ് മൂഡിലായിരുന്നു. നമ്മൾ 3rd, 4th ഒക്കെ എത്തുമ്പോ നമ്മൾ ഓൾറെഡി അപ്പറ്റൈറ്റ് ഫുള്ളാണ്. അതുകൊണ്ട് എഗൈൻ ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആവാം. ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം നേരെ തിരിച്ചായിരിക്കാം. പക്ഷെ നമുക്ക് ഇന്ന് കിട്ടിയതും ഇത് വെച്ചിട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് ഫസ്റ്റ് കൊടുത്ത സ്ഥലമില്ലേ, നമ്മൾ 3ാമത് കഴിക്കുന്ന സ്ഥലം, രണ്ടാമത് ഫസ്റ്റ് കഴിച്ചെങ്കിൽ ആ ടേസ്റ്റ് ഒന്ന് ആലോചിക്കും. നമ്മൾ 2ാമതല്ലേ കഴിച്ചേ. അത് ആദ്യം കഴിച്ചാണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ. സത്യം. ഞാൻ ക്ലാരോയിൽ നിന്നും കോക്കനട്ട് വാട്ടർ വിത്ത് മാച്ച. ഇതാണ് ചോക്ലേറ്റ് കപ്പ്. ചോക്ലേറ്റ് കപ്പ്. എന്തിനാണ് ചോക്ലേറ്റ് കുറച്ച് വെള്ളം പോലെ. അലഞ്ചോസില നല്ല രസമാണെന്ന്. മിക്സ് ചെയ്യണം. സാധനം കൊള്ളാട്ടാ. ഇത് നമുക്ക് ഫുഡ് വ്ലോഗ് ചെയ്യാനുള്ള സെറ്റാ ഈ സാധനം.
പക്ഷെ ഇതിന്റെ ഔട്ടിങ്ങളെ ഫോണിൽ ഇട്ടിട്ട് നോക്കിയാ സൂപ്പർ. നിങ്ങളുടെ ഫോണിലുണ്ട്, ഞാനും എടുക്കാൻ പോടെ നിങ്ങളുടെ ഫോണിലുണ്ട്. ഫോണിലില്ല ബ്രോ, ഞാൻ എടുക്കാൻ പോകും. ഞാൻ എടുക്കാൻ പോയി. ഫുഡ് ബ്ലോഗിൽ കാരണം ഭയങ്കര അങ്ങനെ ഒന്നും അറിയാതെ അടിച്ചുണ്ട്. എടാ ഞാൻ നോക്കിയിട്ട് എന്തിനാ ഒരാൾ 500 വാങ്ങല എടേ അങ്ങനെ അതൊക്കെ ചുമ്മാ. നിനക്ക് ആളൊക്കെ വേണം, പക്ഷെ നിനക്ക് വല്ലപ്പോഴും ഒറ്റയ്ക്കൊക്കെ എന്തെങ്കിലും ഓർഗാനിക് കോണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ഇത് സുഖമാണ്. ഫുഡ് എടുക്കണമെങ്കില്ല കഴിച്ചില്ല? കഴിച്ചു കഴിച്ചു. ഞാൻ പറയട്ടെ, ഇത് പുള്ളിയുടെ ഇത് കുടിച്ചിട്ട് ഇത്ര ആയ ഞാൻ അവരോട് പറയാം. എന്താ ടേസ്റ്റ്? ഇതാരും കുടിച്ച ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതാണ് ചോക്ലേറ്റ് കപ്പ്. കേക്കത് നീ കുടിച്ചു. നമ്മള് വന്നേയില്ല, ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഇവര് വന്നില്ല നമ്മളിവിടെ. ഇങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മളോട് വന്നിട്ടില്ല. നമ്മൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചിട്ടില്ല. നിങ്ങളാണ് ഈ സാധനം എനിക്ക് പരിചയപ്പെടുത്തരുത്. സൂപ്പർ മധുരവും. ഇത് പുട്ട് ലെസ് ചോക്ലേറ്റാ. ഇതാ ഇത് നല്ലോണം പൊന്നളിയാ. നമ്മൾ വരുമ്പോ അവര് കൊള്ളാം. സാധനമൊക്കെ സീനല്ല, ഭയങ്കര മധുരം. ആദ്യത്തെ ആ നട്സ് വെച്ച് കഴിക്കണത് എന്തോടല്ല കഴിക്കുന്ന നമ്മളെല്ലാം ഷുഗർ കട്ടാണ്. ശരി, ഷുഗർ അടിച്ച് കട്ടാകുക. ഷുഗർ അടിച്ച് കട്ടായി കിടക്കുക. നീ എന്റെ മാംഗോ മാച്ച ഈയിടെ കഴിച്ചു. അവിടെ 15 റംസ് അല്ലേ? 15 റംസ്. സൂപ്പർ കോമ്പിനേഷൻ ആണ് മാച്ച വിത്ത് കോക്കനട്ട് വാട്ടർ. ഇല്ല ഈ ചോക്ലേറ്റ് സുരേഷ് ഭയങ്കര, പക്ഷെ ഭയങ്കര ഷുഗർ. പക്ഷെ അടിപൊളിയാ. തീർന്നാടേ ഇത്. ഇങ്ങനെയാണ് തീർത്ത്. Yeah, I don't know. He snatched mine. I think you made it well. Good job. എനിക്ക് വേണമെങ്കിലേ വേറെ കപ്പ് കഴിക്കാം. എടാ ബ്രോ, ദാറ്റ് ഈസ് ബാഡ്, യു നോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ ബിരിയാണി സീരീസ് തീർന്നിരിക്കുകയാണ്. നമ്മളെല്ലാവർക്കും ഒരേപോലെ തന്നെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. നമുക്ക് ആകെ മിസ്സായി പോയത് ആ ബീഫ് ബിരിയാണിയാണ് ഫ്രം നെൽസ്. പക്ഷെ അത് വന്നിരുന്നെങ്കിൽ ഈ ലിസ്റ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയേനെ. 100%. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിനി വേറെ എന്റെ ഇതില് എനിക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എവിടെ പോയാലും കിട്ടാത്തൊരു വൈബ് ഇവിടെ കിട്ടും. ഒരു ഫ്രീഡം, ഒരു സാധനം ഉണ്ട് ഇവിടെ. എവിടെ? അല്ലടാ, നമ്മുടെ ഞാൻ ക്ലാരോയിലായിരിക്കും. ചില സമയത്ത് ഞാനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, മനസ്സിലായോ? നമുക്കൊരു ഒരു സാധനം ഉണ്ടല്ലോ. എനിക്ക് വേറെ ഫ്രണ്ട് ഗ്രൂപ്പ് ഇല്ല. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഫ്രണ്ട് ഗ്രൂപ്പ് ഇല്ല. എനിക്ക് വേറെ ഫ്രണ്ട് ഗ്രൂപ്പില്ല ദുബൈയില്. എനിക്ക് എനിക്ക് നമ്മുടെ പഴയ കോളേജിൽ പഠിച്ച പിള്ളേരുണ്ട്. വേറൊരു കാര്യം, പ്രയോറിറ്റി ഞാൻ കൂടുതൽ നൽകുന്നത് ഇവിടെ. എന്തുണ്ടെങ്കിലും ഇതേ ഡയലോഗ് ആയിരിക്കും അപ്പുറത്തെ ഗ്രൂപ്പിൽ വന്ന് പറയുന്നല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് ഭയങ്കര കുറവാണ്. ഇറ്റ്സ് ലൈക്ക് ഹാൻഡ്സ്. ഇതാ ഈ ഹാൻഡ്സ് അത്രേ ഉള്ളൂ. മതി, അത് ധാരാളം മതി. ഇപ്പോഴും ഓർമ്മയുണ്ട് ഫസ്റ്റ് കാലിക്കറ്റ് പെർഫോമൻസ് അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്നതും സൈഡിൽ ഇരിക്കുന്നതും. M10 അല്ലല്ല, ഞാൻ ഇവനെ ഞാൻ കാണുന്നത് ഫസ്റ്റ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അവിടെ സൈഡിൽ മാറിയിരിക്കുക. പുള്ളിയുടെ ഇനാഗ്രേഷൻ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അജ്മൽഖാൻ. ആ കണ്ടിട്ടുണ്ട് വീഡിയോ. ഞാൻ സൈഡിൽ മാറി. മറ്റേ ഗ്ലാസ് മാറി മാറി ഇടുന്ന വീഡിയോ സെക്കൻഡ് ഗ്ലാസ് മാറി മാറി വീഡിയോ ഞാൻ അടുപ്പിക്കില്ലട്ടോ അങ്ങനെ. ഓ, എന്റെ ലിസ്റ്റിൽ നിന്നെ അടുപ്പിക്കണ്ടെന്നായിരുന്നു. ഞാൻ അങ്ങനെ ആരും എടുക്കൂല. നീ പറഞ്ഞ അടുപ്പിക്കണമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറ്റില്ല. സ്റ്റൈൽ അങ്ങനെ ആയിരുന്നടാ. ഞാൻ അങ്ങനെ ചാടത്തണ്ടിയായിരുന്നു അത് പറഞ്ഞത്. ഞാൻ പിന്നാണ് എല്ലാരും പിന്നെ. അല്ല, ഞാൻ ശ്രദ്ധിച്ചവന്റെ വീഡിയോ അന്ന് ആസിങ്ങനെ മാറി ഇടും. ഹലോ അങ്ങനെ. അപ്പൊ അതാണ് ഗൈസ്, ഞാൻ ഈ സാധനം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടാ, ഒരു രക്ഷയില്ല. പക്ഷെ അതിന് അവര് 3 സ്റ്റാർ കൊടുത്തുള്ളൂ കേട്ടോ. 5 സ്റ്റാറിൽ ആര് സൈഡിൽ നോക്കി 3 സ്റ്റാർ. അപ്പൊ ഈ സാധനം ഞാൻ പാർസലടിച്ച് സൂപ്പർ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ട് കോൾമി ഷസാമിന്റെ അൽ ഷസാം സൈനിങ് ഓഫ്. അൽ ഷസാം സൈനിങ് ഓഫ്. അപ്പൊ ബൈ പറയണ. ബൈ പറയടാ. ബൈ പറയണ. അപ്പൊ ബൈ. തൂഫാൻ മിന്നലിൽ ചിരിക്കണം. യഥാർത്ഥ സ്വഭാവം നൊമാഡിന്റെ ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം. സോഡ, പ്ലെയിൻ സോഡ വിത്ത് ലെമൺ ആൻഡ് ഉപ്പ്. ലെമൺ സോഡ, സ്വീറ്റും വേണ്ട, സോൾട്ടും വേണ്ട, നാരങ്ങയുള്ള. സോ ഗൈസ്, ഞാൻ സത്യം പറയാം, നമ്മൾ കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ മക്കൾ നല്ല അല്ല എഡിറ്റർ ഈസി ആയിട്ട് So guys, ഞാൻ വേറൊരു സത്യം പറയാം. ഞാനൊരു സത്യം പറയാം. ഇവൻ പറയുന്ന ഒന്നും സത്യമല്ല. എടേ ഞാൻ പറയുന്നത് സത്യമല്ലായിരിക്കും, പക്ഷെ എന്നും പറഞ്ഞ സുബിനോളജി പറയുന്ന സത്യമാണോന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞ സത്യമല്ല. ഗൈസ്, ഇതൊരു ബിരിയാണി വീഡിയോ ആണ്, അല്ലാതെ നൊമാഡിൻ വീഡിയോ അല്ല. ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും നൊമാഡിൻ ഹിയർ, എസ്കേപ്പ് ഹിയർ. സുബിനോളജി ആൻഡ് ഷസാം ഹിയർ. അതെ. ഷസാമിന്റെ അടുത്ത പേര് ഷസാം ഹിയർ. അയ്യോ, എനിക്കിനി നല്ല രസമുണ്ട്.
വട്ടായി സെറ്റായി സെറ്റായി സെറ്റായി